നിങ്ങൾ ബർമിംഗമിൽ താമസിക്കുന്നവരാണോ? നിങ്ങൾക്കായിട്ടാണ് ഈ വീഡിയോ. ഈ കുഞ്ഞു മക്കളെയൊക്കെ വീട്ടിൽ വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടുന്നവരായിരിക്കുമല്ലേ, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ആദ്യമായിട്ട് ബർമിംഗമിൽ വന്ന സമയത്ത് കുട്ടികളെ എങ്ങനെ എൻഗേജ്ഡ് ആക്കണം എന്നുള്ളത് വളരെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ആ ടൈമിലാണ് ഞാൻ അറിയുന്നത് ബർമിംഗം ലൈബ്രറി ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. കൊച്ചുകുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായാലും അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അങ്ങനെ ഞാൻ അറിഞ്ഞപ്പോഴാണ് പിന്നീട് ഞാനൊരു ദിവസം അവിടെ പോവുകയുണ്ടായി. ഞാൻ അവിടെ പോയി അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും നല്ല കാര്യങ്ങൾ ഇവിടുത്തെ ലൈബ്രറിയിൽ ചെയ്യുന്നു. ബർമിംഗം ലൈബ്രറിയിൽ കൊച്ചുകുട്ടികൾക്കായിട്ട് റൈം സെഷൻ ഉണ്ട്, മൺഡേ ആൻഡ് ട്യൂസ്ഡേ. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് രാവിലെ 11:10 മുതൽ 11:30 വരെയും, രണ്ടാമത്തെ സെഷൻ 11:40 മുതൽ 12 മണി വരെയാണ്. സെപ്പറേറ്റ് ആണ് കുട്ടികളുടെ സെക്ഷൻ. അവിടെ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്നൊരു ടോക്കൺ വാങ്ങിക്കുക. ആ ടോക്കൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പ്രാവശ്യമല്ല, 2 സെഷനിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. ഇനി പറയുന്നത് ചെസ് ക്ലബ്. കുട്ടികൾക്ക് ചെസ് ക്ലബ് ഒക്കെ ഉണ്ട് കേട്ടോ. 5+ ഇയേഴ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ ചെസ് ക്ലബിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. പിന്നെ ക്രാഫ്റ്റി ക്യാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, കോഡാറ്റ് ഡോജോ. പിന്നെ സ്റ്റേ ആൻഡ് പ്ലേ ഉണ്ട്. ഈ റൈം സെഷൻ കഴിഞ്ഞതിന് ശേഷം 1 hour കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കളിക്കാവുന്നതാണ്. അവിടെ ഒരുപാട് കളിക്കാനുള്ള ടോയ്സ് ഒക്കെ ഉണ്ടാവും. കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്ത് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മോൾ ഉൾപ്പെടെ. പിന്നെ ഓറിഗാമി ഉണ്ട്, സ്റ്റോറീസ് ആൻഡ് റൈംസ്, പ്ലാന്റ് എക്സ്പ്ലോറേഴ്സ്, സ്റ്റോറി ടൈം. ദെൻ എന്തെങ്കിലും ആ മാസത്തിലൊരു പ്രത്യേക ദിവസം ഉണ്ടെങ്കിൽ, ലൈക്ക് ഷേക്സ്പിയറിന്റെ ബർത്ത്ഡേ ആണെങ്കിലോ വേൾഡ് ബുക്ക് ഡേ ആണെങ്കിലോ അതൊക്കെ നല്ല പോലെ അവര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ലൈബ്രറിയിൽ. ഇതെന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മൾ ഒരിക്കലും ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന അറിവെന്ന് പറഞ്ഞ് അത് കളയേണ്ട കാര്യമില്ല. വളരെ യൂസ്ഫുൾ ആയിട്ട് എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തി നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഞാൻ ഇതിൽ പോയിട്ടുണ്ട്. നല്ല രീതിക്ക് റൈംസ് ക്ലാസ് ഒക്കെ അവർ നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്. കുട്ടികളും വളരെ എൻഗേജ്ഡ് ആവുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. പ്രത്യേകിച്ച് ബർമിംഗമിലുള്ള പാരൻസിനാണ് ഞാനിത് പറയുന്നത്. പറ്റുമെങ്കിൽ ലൈബ്രറി വിസിറ്റ് ചെയ്യുക. ഈ ഫ്രീ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.